എന്തായാലും നമ്മൾ ഇന്നത്തെ ദിവസം നല്ല രസമുണ്ട്, നല്ല രസമുള്ള കളി എല്ലാം കൂടെ. എടി ശിവാനി, ഞാനൊന്ന് നിന്നെ കൊണ്ട് വീട്ടിൽ വിടാം വാ. ചേട്ടാ ഞാനിപ്പോ പോകുന്നില്ല, ഞാനാണെങ്കിൽ ഒരു രാത്രിയൊക്കെ ആയിട്ട് പൊക്കോളാം. ആ എന്താ ശിവാനി? എനിക്ക് നിങ്ങളോട് കളിക്കുന്ന രസമുണ്ട്. അല്ല നിന്റെ അമ്മയോട് പറഞ്ഞില്ലല്ലോ, വിഷമിക്കത്തില്ല അമ്മ? അമ്മ ഞാൻ പറഞ്ഞായിരുന്നു ചേട്ടാ. നമുക്ക് എന്നാലും ഒരു കളിക്കാൻ വേണ്ടിയിട്ടുള്ള എനിക്കൊരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ ചേട്ടാ, പെട്ടെന്ന് പറ. അതങ്ങനെ അത്രയും പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല, എന്തായാലും നല്ല പാടുള്ള പണിയാ. കാര്യം എന്തായാലും ചേട്ടൻ പറ. ആ കാര്യമൊക്കെ പറയാൻ നിങ്ങൾ നിക്ക്. നമുക്ക് ചെറുതായിട്ടൊരു ക്യാമ്പിംഗ് സെറ്റ് തുടങ്ങിയാലോ, ക്യാമ്പ് ഫയർ ഒക്കെ. ഹായ്, അത് കൊള്ളാലോ, പൊളിക്കുമല്ലോ. ശരിയാ നല്ല രസമാ ക്യാമ്പ് ഫയറും ക്യാമ്പിംഗ് എല്ലാം. നമ്മുടെ കാടിന്റെ അടുത്ത് തന്നെ കേട്ടോ. നമ്മളെല്ലാരും പിന്നെ അച്ഛനും കൂടെ സഹായിക്കാൻ വിളിക്കാം. അച്ഛനാണെങ്കിൽ ഇപ്പൊ അടുക്കളയിൽ എന്തൊക്കെ തിന്നോണ്ടിരിക്കുക. നമുക്ക് എന്തായാലും അച്ഛനെ ഇപ്പൊ വിളിച്ചോണ്ട് പോവാം. ഞാൻ എന്തായാലും അച്ഛനെ വിളിച്ചോണ്ട് വരാം. നമുക്ക് ഇരിക്കാൻ വേണ്ടി ചില കസാര വേണ്ട, നമുക്കൊരു തടി കൊണ്ടുവിടാം. നമ്മുടെ വീടിന്റെ അടുത്ത് തടി അടുപ്പില്ല, കുറെ എണ്ണം, 3 എണ്ണം. അതൊക്കെ അവിടെ കൊണ്ടിട്ട് നമുക്ക് സെറ്റ് ആക്കാം. പിന്നെ ക്യാമ്പ് ഫയറും കത്തിച്ച് എല്ലാം സെറ്റ് ആക്കാം. എന്നാ ശരി, ഞാൻ അച്ഛനും കൂടി പറഞ്ഞിട്ട് വരട്ടെ കാര്യമൊക്കെ. ശരി മക്കളെ എന്തായിരുന്നു പറഞ്ഞേ? അച്ഛാ, നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു കാടില്ലേ, അവിടെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് തരാമോ? രസമുണ്ട് അവിടെ. ക്യാമ്പ് ഫയർ മാത്രമല്ല, ഒരു ക്യാമ്പിംഗ് പോലെ. അത് പിന്നെ മക്കളെ എന്തോന്ന് വെച്ചാൽ റെഡി ആക്കി താ അച്ഛാ, ക്യാമ്പ് ഫയർ അതൊക്കെ. മക്കള് വിഷമിക്കണ്ട, അച്ഛൻ എല്ലാം ശരിയാക്കി തരാം. താങ്ക് യു അച്ഛാ. മക്കളെ നമുക്കൊന്ന് പെട്ടെന്ന് പോയി റെഡി ആക്കാമല്ലോ. ശരി അച്ഛാ. എന്തായാലും സംഭവം കൊള്ളാലോ. ശരി, നല്ല രസമുണ്ട്, നല്ല അടിപൊളി ക്യാമ്പ് ഫയർ എല്ലാം ഉണ്ട്. അച്ഛനാണ് വീട്ടിലേക്ക് പോയേക്കും എന്തായാലും സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരാനായിട്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് തിന്നാനായിട്ട് ലേസ് അതൊക്കെ ഇതൊക്കെ എടുക്കാൻ പോയേക്കും. എന്തായാലും കുറച്ചു നേരം എടുക്കും അച്ഛൻ എന്തായാലും വരാൻ. നമ്മൾ അത്യാവശ്യം ദൂരമുള്ള ഒരു കാട്ടിലല്ലേ, അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ദൂരം. നമ്മുടെ മറ്റേ ശിങ്കാരിമലയുടെ അപ്പുറത്തുള്ള ഒരു കാടില്ല, അവിടെ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നത്. എന്തായാലും രസമുണ്ടല്ലേ കാട്ടിയിരിക്കാൻ. ശരിയാ നല്ല രസമുണ്ടല്ലേ കാട്ടിയിരിക്കാനായിട്ട്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ക്യാമ്പ് ഫയറിന്റെ അവിടെ ഇരിക്കുന്നത്. എടി ശിവാനി, നമ്മളൊന്ന് റിസോർട്ടിൽ പോയില്ല, അപ്പോഴല്ലേ ബിർബിർ പാത്താപ്പിനി വന്നു. അപ്പൊ നീ നമ്മളെല്ലാരും ഇങ്ങനത്തെ ടൈപ്പ് സ്ഥലത്തല്ലേ ഇരുന്നത്? ശരിയാ, ഞാൻ ആ കാര്യം മറന്നുപോയി. അന്ന് ഇങ്ങനെ തന്നെ ഇരുന്നത്, മറ്റേ ക്യാമ്പ് ഫയർ ഒക്കെ വെച്ച് അങ്ങനെയല്ലേ. സംഭവം തന്നെ കറക്റ്റ് നമ്മുടെ മറ്റേ ബിർബിർ പാത്താപ്പിനിക്ക് വന്ന സമയത്തുള്ള ആ ക്യാമ്പ് ഫയറില്ല റിസോർട്ടില്ല, അതുപോലെ തന്നെ ഇരിക്കുന്നത്. നമ്മൾ അതുപോലെ അല്ലേ ഉണ്ടാക്കിയത്, കറക്റ്റ് അതുപോലെ തന്നെ ഇരിക്കുന്നത്. എന്തായാലും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലോ. എല്ലാരും കൊണ്ട് നോക്കിക്കേ, ആകാശത്ത് ചന്ദ്രൻ. രാത്രി പിന്നെ ആകാശത്ത് ചന്ദ്രൻ അല്ലാതെ പിന്നെ സൂര്യനാണോടി? ചേട്ടനുണ്ട്, ചേട്ടന്റെ ഒരു തമാശ. എന്തായാലും കൊള്ളാവോ തമാശ? കൊള്ളാം. എനിക്കാണെങ്കിൽ അങ്ങ് ചെറുതായിട്ട് ഉറക്കം വരുവാ. അന്ന് ചേട്ടൻ വീട്ടിൽ കിടന്ന് അറിയില്ല, ഞങ്ങൾ ഇവിടെ ആസ്വദിച്ചോളാം. പിന്നെ പോടുന്ന എനിക്കൊന്നും വീട്ടിൽ പോകാൻ. എനിക്ക് എത്ര ഉറക്കം വന്നാലും സാരമില്ല. നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോകുമ്പോൾ നിങ്ങളുടെ കൂടെ മാത്രമേ വരത്തുള്ളൂ. ചന്ദ്രൻ നിൽക്കുന്ന സ്ഥലത്തോട്ട് നമ്മുടെ ശിങ്കാരിമലയുടെ ചെറിയ ഭാഗങ്ങളൊക്കെ കാണാൻ നോക്കിക്കേ. ശരിയല്ലേ, ശിങ്കാരിമലയുടെ ഭാഗമല്ലേ ഇത്? അല്ല, നിങ്ങൾ എന്തെങ്കിലും സൗണ്ട് കേട്ടായിരുന്നോ? ഇല്ല ചേട്ടാ, ഞങ്ങളൊരു സൗണ്ടും കേട്ടില്ലല്ലോ. അത് തന്നെ, ഞാനൊരു സൗണ്ടും കേട്ടില്ല. ഈ ചേട്ടൻ എന്ത് സൗണ്ടിനെ കുറിച്ച് പറയുന്നത്? ഞാൻ കേട്ടില്ലല്ലോ. കേൾക്കുന്നില്ലേ? അയ്യോ, ചേട്ടൻ പറഞ്ഞ സത്യമാണല്ലോ. എന്തോ ഒരു ചിരി കേൾക്കുന്നു. ചേട്ടൻ പറഞ്ഞ ശരിയാണല്ലോ, ഞാനും കേട്ടൊരു ചിരി. അയ്യോ, വീണ്ടും ചിരി കേൾക്കുന്നു. എന്റെ അമ്മ കാട്ടിലെ കള്ളന്മാരല്ലോ ആണോ ഇനി? ഈ കാട്ടിൽ എങ്ങനെ കള്ളന്മാര് ചേട്ടാ? തൊട്ടപ്പുറത്തല്ലേ വലിയ ഹൈവേ റോഡ്. അതും ശരിയാ, പക്ഷെ കള്ളന്മാർക്ക് ഹൈവേ റോഡ് അതൊന്നും ഇല്ലല്ലോ. എവിടെ വെള്ളം വിളിച്ചിരിക്കുമല്ലോ കള്ളന്മാര്. എന്റെ തലയുടെ മുകളിൽ നിന്നും കൊണ്ടാണല്ലോ സൗണ്ട് കേൾക്കുന്നേ. അയ്യോ എന്റെ അമ്മേ, എന്ത് പറ്റി? എല്ലാവരും ഒന്ന് മുകളിലേക്ക് നോക്കിക്കേ. അയ്യോ ചേട്ടാ, ഇതെന്ത് സാധനം? അയ്യോ ശരിയാണല്ലോ, ഇതെന്ത് ജീവിയാ? ഇതെന്താ എന്നെ കണ്ടിട്ട് പൈനാപ്പിളിനെ പോലെ ഇരിക്കുന്നത്? എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പൈനാപ്പിൾ. ഞാൻ ഇതിനെ കുറിച്ച് എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പഴാ മനസ്സിലായേ, ഇത് ഒറാങ്കുട്ടീനി അനാനസിനി. ഒറാങ്കുട്ടീനി അനാനസിനിയോ? അതെ, ഇത് ഒറാങ്കുട്ടീനി അനാനസിനി എന്റെ പേര്. ഇത് നമ്മുടെ തുമ്പു സാഹറിനൊക്കെ കൂടെ ഇറങ്ങിയ സാധനം തന്നെ ഇത്. അയ്യോ അതാണത്. നിനക്ക് ഇതിനെ കുറിച്ച് അറിയാവോ? എനിക്കറിയാം ചേട്ടാ ഇതിനെ കുറിച്ച്. എടി തുമ്പി, ഒറാങ്കുട്ടീനി അനാനസിനിയുടെ തല കണ്ടില്ലേ? തലയുടെ മുകളിൽ ഒരു സാധനം കണ്ടില്ലേ? നമ്മുടെ പൈനാപ്പിളിന്റെ മുകളിലുള്ള അത് ആ മുള്ളു പോലത്തെ ഒരു സാധനം ഇല്ലേ? ആ സാധനം നമ്മുടെ ദേഹത്തോണ്ട് വരയ്ക്കുന്നത്. അപ്പൊ നമ്മുടെ ദേഹത്തൊരു വിഷം കയറും. അപ്പൊ നമ്മൾ മയങ്ങി വീഴും. പിന്നെ നമ്മളെ എടുത്തോണ്ട് പോയിട്ട് അത് വക വരുത്തും. അങ്ങനെ ഇത് നിന്നെയൊക്കെ വക വരുത്താൻ വേണ്ടി ഞാൻ താഴെ ഇറങ്ങി വരാൻ പോവാ. അയ്യോ എല്ലാരും ഓടിക്കോ, അയ്യോ എല്ലാരും ഓടിക്കോ. അയ്യോ നമ്മുടെ ക്യാമ്പ് ഫയർ. എന്റെ പൊന്നെ, ഇനി ക്യാമ്പ് ഫയർ വേണ്ട, ഒന്നും വേണ്ട, ജീവനം കൊണ്ട് ഓടിക്കോ. എല്ലാം അവിടെ നിക്ക്, എല്ലാത്തിനും നീ ആണെങ്കിൽ ഇപ്പൊ വക വരുത്തും. നിന്നെയൊക്കെ ഞാൻ ആരെന്ന് ഇപ്പൊ കാണിച്ചു തരാം. അയ്യോ, നമുക്ക് എല്ലാവർക്കും വഴി തെറ്റിയെന്ന് തോന്നുന്നല്ലോ. എടാ മണ്ടൻ ചേട്ടാ, ചേട്ടനൊന്നും ആദ്യമേ പറയത്തില്ലാന്ന് വഴി തെറ്റിയെന്ന്. എന്തിനാ ഇങ്ങനെ മിണ്ടായിരുന്നത്? ഞാൻ പെട്ടെന്ന് ഒറാങ്കുട്ടീനി അനാനസിനി ഇങ്ങനെ പുറകെ ഇരുന്നിട്ട് പേടിച്ചിട്ട് ഞാൻ വഴി മറന്നു പോയതാ. സോറി. ഞാൻ ആരുടെ പറയണ? കണ്ടില്ല, വഴി തെറ്റിപ്പോയി. നീ എങ്ങനെ തിരിച്ചു പോയിട്ട് പോകുന്ന ആർക്കറിയാം? എടേ, നീ ഇങ്ങോട്ടൊന്ന് ചൂടാവാതെ. പിന്നെ ചേട്ടന്റെ സ്വഭാവം കണ്ട പിന്നെ ചൂടാതെ പിന്നെ എന്ത് ചെയ്യണം ഞാൻ? എടി, എന്തിനാണ് നിങ്ങൾ ദേഷ്യപ്പെടുന്നേ? പിന്നെ ദേഷ്യപ്പെടാണ് ഞാൻ എന്ത് ചെയ്യാനാ? പറ. അടുത്തത് ഇവര് രണ്ടുപേരും പൊരിഞ്ഞാടിയായല്ലോ. എടി, നിനക്കൊന്നും പറയത്തില്ലായിരുന്നു വഴി അതെന്ന്? നിനക്കൊന്ന് കണ്ണു കാണത്തില്ലേ? ചേട്ടൻ തന്നെ എന്റെ തുമ്പി നടന്നു. പിന്നെ ഞാൻ തുമ്പി നടക്കത്തില്ല, എനിക്ക് വഴി അറിയത്തില്ലേ? നീക്കൊന്നും പറയത്തില്ല മുമ്പിൽ കയറി നിൽക്കാൻ. ചേട്ടനോട് പറഞ്ഞോ ചേട്ടൻ വഴി അറിയത്തില്ലെന്ന്? എടുത്തുമ്പോ എന്നെ നല്ല കിട്ടും കേട്ടോ പറഞ്ഞേക്കാം. ചേട്ടൻ എന്നെ ഇങ്ങോട്ട് അടിക്കാൻ വാ. അപ്പൊ എന്റെ കൈ മുള്ളിപ്പോ
തരാം ചേട്ടന്. ആ നീ എന്നെ ഒരാടി അടിക്കത്തല്ലോ നിന്നെ ഞാൻ ശരിയാക്കുന്ന ആ ചേട്ടൻ എന്നെ ഒരാളെ എടുക്കത്തില്ല, ഞാൻ ശരിയാകും ചേട്ടന്. അയ്യോ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ അടി ഉണ്ടാക്കാതെ. അവിടെ മിണ്ടായിരിക്കും അയ്യോ ഞാൻ ഇനിയൊന്നും മിണ്ടുന്നില്ലേ. ശരി മുമ്പേ അങ്ങ് വീട്ടിൽ പോയാൽ മതിയായിരുന്നു. എന്റെ ശിവാനി ചേച്ചിക്കൊന്നും വീട്ടിൽ പോയാൽ പോരായിരുന്നു. ഓ ശരി അടി കൺമണി മോളെ മര്യാദക്ക് മുമ്പേ അങ്ങ് വീട്ടിൽ പോയാൽ മതിയായിരുന്നു. ചേട്ടന് ഞാൻ കാണിച്ചു തരാം കടി പിടിച്ചെന്നിട്ട്. ആ നിനക്ക് ഞാൻ ഇവിടെ വെച്ച് കാണിച്ചു തരാം ഞാൻ ആരാന്ന്. എന്താ എന്നെ തല വേണം? ആ അടി നല്ല തന്നെ എനിക്കെന്തുവാ ഓ നിങ്ങളൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ആ സാധനമാണ് നിങ്ങളുടെ സൗണ്ട് കേട്ടിപ്പോ ഇങ്ങോട്ട് വരുമായിരിക്കും. അവിടെ മിണ്ടായിരിക്കും നിന്നോട് ഞാൻ എന്തായാലും ചോദിച്ചോ. അവിടെ മിണ്ടാക്കണം ഒറ്റ അടി ഇറങ്ങട്ടെ അല്ലെങ്കിൽ. അയ്യോ ഞാനൊന്നും മിണ്ടുന്നില്ലേ. ഒരു കൺമണി മോളെ നമുക്കൊന്ന് വീട്ടിൽ പോയാലോ? അയ്യോ അതെങ്ങനെ പോകും ചേച്ചി? ആ ഒറാങ്കുട്ടീനെ അനന്യസീനെ നമ്മൾ തപ്പി കിടക്കും, എനിക്ക് പേടിയാ. ഒരു കൺമണി മോളെ നമ്മൾ ഇവരോട് നിന്ന് ഇവിടെ നിൽക്കത്തുള്ളൂ. ആ ഒറാങ്കുട്ടിയെ അനന്യസീനെ നമ്മൾ വന്നിട്ട് പിടിക്കും. ചേച്ചി നമുക്ക് ഇവിടെ തന്നെ കവർ വാങ്ങി ഇപ്പൊ തന്നെ നിൽക്കും. എന്നാ ശരി. അയ്യോ ചേട്ടൻ ചേട്ടൻ ബാക്കിലേക്ക് നോക്ക്. നീ പോടി നീ എന്നെ മിണ്ടണ്ട. അയ്യോ ചേട്ടൻ പെട്ടെന്ന് ബാക്കിലേക്ക് നോക്ക്. നീ പോടി എനിക്ക് ബാക്കിലേക്ക് നോക്കാൻ പറ്റത്തില്ല. നീ എന്ത് ചെയ്യും? അയ്യോ ചേട്ടൻ ചേട്ടൻ പറയുന്നത് ഒറാങ്കുട്ടീനെ അനന്യസീനെ. ഒറാങ്കുട്ടീനെ അനന്യസീനെ എവിടെ? ചേട്ടൻ ചേട്ടന്റെ ബാക്കില്. അയ്യോ ഒറാങ്കുട്ടീനെ അനന്യസീനെ അയ്യോ ഓടിക്കോ. അയ്യോ ചേട്ടൻ ഞങ്ങളുടെ വരെ ഞങ്ങളെ കൊണ്ടുപോ. പെട്ടെന്ന് എല്ലാവരും കൊണ്ട് ഓടി വാ. നീയൊക്കെ എവിടെ വരെ ഓടുന്നു ഞാനൊന്ന് കാണട്ടെ. എല്ലാത്തിനും ഞാൻ പിടിച്ചിട്ട് വക വരുത്തും, കണ്ടോണം. എല്ലാം അവിടെ നിക്ക്, എല്ലാത്തിനും ഞാനൊന്ന് പിടിക്കും, കണ്ടോണം. എന്റെ അമ്മേ വയ്യ ഓടി ഓടി. അയ്യോ അല്ല തുമ്പി കൺമണി മോള് ശിവാനി എല്ലാരും അവിടെ പോയി. തുമ്പി എടി കൺമണി മോളെ ശിവാനി. അയ്യോ ചേട്ടൻ ഞങ്ങൾ എത്തി. നിങ്ങൾ അവിടെ പോയതായിരുന്നു? ഓ ഞങ്ങളാണെ ഓടി ഓടി ക്ഷീണിച്ചിട്ടാണെങ്കിൽ അവിടെ നിൽക്കുമായിരുന്നു. ചേട്ടൻ പക്ഷെ ഇങ്ങോട്ട് ഓടി വന്നു. ഞാൻ പെട്ടെന്ന് ബാക്കിലേക്ക് നോക്കിയപ്പോ നിങ്ങൾ കാണുന്നില്ല. ഒന്നും ഇരുട്ട് കൂടെയല്ല നിങ്ങൾ കാണാൻ പറ്റിയതേ ഇല്ല. അയ്യോ ചേട്ടാ ഒറാങ്കുട്ടീനെ അനന്യസീനെ നമ്മുടെ പുറകിൽ വരുന്നുണ്ടോ? എനിക്ക് അറിയത്തില്ല നമ്മുടെ പുറന്ന് വരുന്നുണ്ടോ ഇല്ലോ. എനിക്ക് പേടി വരുന്നുണ്ടോ അയ്യ ആ കൂടെ. ചേട്ടന് മാത്രമാണ് പേടിയുള്ളത്, ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയുണ്ട്. എന്റെ അമ്മ ഈ സാധനം ഇപ്പൊ ഇത് എവിടെ നിന്ന് വന്നോ ആർക്കറിയാം. അയ്യോ ചേട്ടൻ നമ്മുടെ തൊട്ട് മുകളിലായിരുന്നു ഇരുന്നത് ആ ഒറാങ്കുട്ടീനെ അനന്യസീനെ. ശരിയാ. അയ്യോ ചേട്ടാ ഒറാങ്കുട്ടീനെ അനന്യസീനെ ശരി എവിടുന്ന് കേൾക്കുന്നു? ശരിയാണല്ലോ എവിടുന്ന് കേൾക്കുന്നുണ്ടല്ലോ. അയ്യോ ദേ ഒറാങ്കുട്ടീനെ അനന്യസി. അയ്യോ എല്ലാരും ഓടിക്കോ. നിന്നെക്കാളൊക്കെ ഞാൻ മുമ്പേ ഇവിടെ എത്തി. ഞാൻ മരത്തെ കൂടെ ചാടി ചാടി പെട്ടെന്ന് എത്തി നിന്നെക്കാളൊക്കെ മുമ്പേ. അതാ നീയൊക്കെ വരുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ എത്തുന്നേ. ഈ ഒറാങ്കുട്ടീനെ അനന്യസിയുടെ പവർ എന്തോന്ന് നിനക്കൊക്കെ കാണിച്ചു തരാം ഇപ്പം. എല്ലാം അവിടെ നിക്ക്, എല്ലാത്തിനും ഞാൻ വക വരുത്തേണ്ടി ഇരിക്കുന്നില്ല ഇന്നത്തെ ദിവസം. അയ്യോ നമ്മളെല്ലാരും ഏതാ റോഡിന്റെ അവിടെ എത്തിയല്ലോ. അതൊന്ന് ബാക്കി നിറച്ച് എരിയാകുന്നേ. ചേട്ടാ പതിയെ തിരിഞ്ഞു നോക്ക്. അയ്യോ ഒറാങ്കുട്ടീനെ അനന്യസീനെ. ഒറാങ്കുട്ടീനെ അനന്യസി തന്നെ. ഇന്നെയൊക്കെ ഞാൻ വക വരുത്താൻ പോവാ. അല്ല നീ എങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് എത്തി? എടാ മണ്ടന്മാര്, നിനക്കൊക്കെ ഇതുവരെ മനസ്സിലായില്ലേ? ഞാൻ മരത്തെ കൂടി ചാടി 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 വന്നു നിന്നെക്കാളൊക്കെ മുമ്പേ. അതാ നീയൊക്കെ ഈ സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ആദ്യം എത്തിയത്. എല്ലാവരും വിട്ടു. എന്റെ മുമ്പിലേക്ക് ഓരോരുത്തരെ വാ, ഞാൻ വക വരുത്താം. നീ പോടാ ഒറാങ്കുട്ടീനെ അനന്യസിനെ. എന്നെ എടാന്ന് വിളിക്കോ? നിന്നെ ഞാനിപ്പൊ കാണിച്ചു തരാം. അയ്യോ എല്ലാരും ഓടിക്കോ ബാക്കിലേക്ക്. നീയൊക്കെ അവിടെ നിക്ക്, നിന്നൊക്കെ ഞാൻ വക വരുത്തും. മക്കളെ നിങ്ങൾ എല്ലാരും എത്തിയോ? അച്ഛൻ എന്താ ഞങ്ങൾ ഇങ്ങോട്ട് വരാതിരുന്നത്? മക്കളെ ഞാൻ നിങ്ങളുടെ ക്യാമ്പ് ഫയറിനോട് എത്തിയപ്പോ നിങ്ങൾ ആരും കണ്ടില്ല. ഞാൻ നിങ്ങളെല്ലാരും കാട്ടിന്റെ സൈഡിൽ എല്ലാം തപ്പി പിന്നെ കണ്ടില്ല. ഞാൻ ഓർത്ത് എന്നെ കാണത്തിന് നിങ്ങൾ വീട്ടിൽ വന്ന് ഓർത്തിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്നില്ല. മക്കൾ നിങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ല അച്ഛൻ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. അല്ല മക്കളെ നിങ്ങൾ എങ്ങോട്ട് പോയതായിരുന്നു? അച്ഛൻ ഞാനും തുമ്പി ഇരിക്കുന്ന തടിയുടെ മുകളിലാണെങ്കിലേ ഒരു മരത്തിന്റെ മുകളിലാണെങ്കിൽ ഒറാങ്കുട്ടീനെ അനന്യസിനി. ഒറാങ്കുട്ടീനെ അനന്യസീനി അതൊന്നും സാധനം. അച്ഛൻ നമ്മുടെ തുമ്പു സാറിനെ കൂടെ ഇറങ്ങിയ സാധനം തന്നെ ഇത് ഒറാങ്കുട്ടീനെ അനന്യസിനി. ഓയ്യോ ഇത് ഞങ്ങളെ രക്ഷപ്പെടാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ ആ ഒറാങ്കുട്ടീനെ അനന്യസിനി ആണെങ്കിലേ മരത്തിൽ കൂടെ ചാടി ചാടി ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നിൽക്കും. ഒരു പ്രാവശ്യം ഞങ്ങളെ വക വരുത്താനങ്ങ് വന്നു. ഞങ്ങൾ ഒറ്റ ഓട്ടം ഓടി. പിന്നെ എങ്ങനെയും നമ്മുടെ വീടിന്റെ വഴി കണ്ടെത്തി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അയ്യോ എന്തായാലും ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയച്ചാ. വാ മക്കളെ പെട്ടെന്ന് വീടിനകത്ത് കയറാം. ചിലപ്പോ നിങ്ങളെ ഫോളോ ചെയ്ത് ചിലപ്പോ ഒറാങ്കുട്ടീനെ അനന്യസി വന്നാലോ. ശിവാനിമോളെ നിന്നെ ഞാൻ കൊണ്ടുവിടാം വീട്ടിൽ കേട്ടോ. ശരി അങ്ങളെ. മക്കളെ നിങ്ങൾ ബാക്കിയില്ലാരും കയറി വീട്ടിനകത്തേക്ക്. ഞാൻ ശിവാനിമോളെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വരാം. ശരി അച്ഛാ.